ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റഡി വിത്ത് സെഡ് സ്ക്വയറിലേക്ക് സ്വാഗതം. BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ഗ്ലോബൽ വില്ലേജ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. അപ്പോൾ അതിന് മുന്നേ പറയട്ടെ, ഒരുപാട് കൂട്ടുകാർ എവിടെയാണ് വീഡിയോ ഒന്നരാടം ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഞാനൊന്നും ചെറിയൊരു ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഇനി കഴിയുന്ന ദിവസങ്ങളൊക്കെ അടുപ്പിച്ച് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു 3 ടെക്സ്റ്റ് ബുക്കും ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം നിങ്ങൾക്ക്. പിന്നെ ബാക്കി ടൈമിനനുസരിച്ച് ജൂണിലല്ല എക്സാം വരുന്നത്, അപ്പോൾ ടൈമിനനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ആശയവിനിമയവും സാമൂഹിക മാറ്റവും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് മെയിൻറ്റെയിൻ ദാറ്റ് പീരിയഡ്സ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ചേഞ്ച് കോറിലേറ്റ് വിത്ത് ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ സോഷ്യൽ ചേഞ്ചും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസും തമ്മിൽ കോറിലേറ്റ് ചെയ്തിരിക്കുന്നു. ദ ഹ്യൂമൻ ഹാസ് റിമൈൻഡ് എസെൻഷ്യലി ദ സെയിം ഫോർ unimaginable stretches of time because biological change is evolutionary change which take place over million of years. നമുക്ക് ഇമേജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും കാലം തന്നെ മനുഷ്യൻ ഒരുപോലെ നിൽക്കുന്നു. ഭൂമിയുള്ള അന്ന് തൊട്ട് നിൽക്കുന്ന അതുപോലെ തന്നെയാണ് മനുഷ്യൻ ഇന്നും മനുഷ്യൻ്റെ ബോഡി ഫീച്ചേഴ്സ് നിൽക്കുന്നത്. അതിൽ യാതൊരു ചേഞ്ചും അന്ന് തൊട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം എന്താണ്? അത് ബയോളജിക്കലായിട്ടുള്ള ഒരു ഇവല്യൂഷണറി ചേഞ്ചാണ്, പരിണാമപരമായ മാറ്റമാണ്, ജൈവശാസ്ത്രപരമായ മാറ്റമാണത്. ഓക്കെ, അതെന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് പെട്ടെന്ന് വന്നൊരു ചേഞ്ചാണ്. ഓക്കെ, അതാണ് ആ ഒരു ഇതിൽ പറയുന്നത്. വെച്ചാൽ പെട്ടെന്ന് സംഭവിച്ചൊരു മാറ്റമാണ് അത് നമ്മുടെ തലച്ചോറും അതുമായി നമ്മൾ പൊരുത്തപ്പെടേണ്ടതുണ്ട്. വെച്ചാൽ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു, പണ്ട് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ, ആദ്യം കമ്മ്യൂണിക്കേഷനാണ്, പിന്നെ റൈറ്റിംഗ് വന്നു, പിന്നെ അതിൽ ഒരുപാട് ഫെസിലിറ്റീസ്, പുതിയ ടെക്നോളജീസൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ചു അല്ലേ. അതൊക്കെയാണ് അവിടെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക മാറ്റങ്ങളും അതിൽ ഒരുപാടെണ്ണുണ്ട്. കാരണം എന്താ വെച്ചാൽ, പണ്ട് എല്ലാവരും തമ്മിൽ നല്ല ബന്ധങ്ങൾ പുലർത്തിയിട്ടുണ്ട്. അന്ന് ഏതൊരു ന്യൂസും നമുക്ക് കൈമാറണമെങ്കിൽ നമുക്ക് വേറെ ടെക്നോളജീസ് ഒന്നുമില്ല, ഫോണൊന്നും അവൈലബിൾ അല്ലാത്തൊരു കാലത്ത് അന്ന് ആളുകൾ തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ്? ഇന്ന് ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് എന്തും അറിയിക്കാം. നമ്മൾ ബന്ധങ്ങൾ ഒരുപാട് കുറഞ്ഞു വന്നു അല്ലേ. അപ്പോൾ ടെക്നോളജീസ് വളരുന്നതിനനുസരിച്ച് തന്നെ എന്താണ്, സോഷ്യൽ ചേഞ്ചിലും ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മുടെ നേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്, സൊസൈറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, നമ്മുടെ ഫാമിലി ആൻഡ് വാല്യൂസിലൊക്കെ എന്താണ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നിടത്തോളം എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ആ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് us take an example. The invention of printing made possible a transition from oral to literate society. അതിന് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. എന്താണ്, നമ്മൾ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചപ്പോൾ ഒരു ഓറലായിട്ടുള്ള സൊസൈറ്റിയെ ലിറ്ററേറ്റ് സൊസൈറ്റി ആയിട്ട് മാറ്റി. എന്നുവെച്ചാൽ എഴുത്തും വായനയും അറിയുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റി. ബിഫോർ പ്രിൻറ്റിങ് വരുന്നതിന് മുന്നേ മോസ്റ്റ് പീപ്പിൾ വെർ ഇല്ലിറ്ററേറ്റ്. ഒരുപാട് ജനത എന്താണ്, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. പക്ഷേ അത് വന്നതിന് ശേഷം എന്താണ്, ഒരുപാട് പേർക്ക് ലിറ്ററേറ്റ് ആയിട്ട് മാറി. It wasn't expected that everyone should be able to read and write because the materials in reading and writing were not available cheaply and plentifully. അപ്പോൾ എന്താണ്, ഈ പ്രിൻറ്റിങ് വരുന്നതിന് മുന്നേ ഒരുപാട് ജനത എന്താണ്, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. പക്ഷേ അത് വന്നതിന് ശേഷവും ആളുകൾ വിചാരിച്ചിരുന്നില്ല എല്ലാവർക്കും എഴുതാനും വായിക്കാനും പറ്റുമെന്ന്. ഓക്കെ, കാരണം എന്താണ്, മെറ്റീരിയൽസ്, റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഉള്ള മെറ്റീരിയൽസ് ഒന്നും ചീപ്ലി അവൈലബിളും അല്ല, അതുപോലെ തന്നെ പ്ലെൻറ്റിഫുള്ളി അന്ന് കണ്ടുപിടിച്ച് വരുന്ന ഒരു ടൈമിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല പറയുന്നത്, അന്നത് കണ്ടുപിടിച്ച് വരുന്ന പ്രിൻറ്റിങ്ങൊക്കെ ഈ സംസാരത്തിൽ നിന്ന് മാറി റൈറ്റിങ്ങിലേക്ക് ആ ഒരു ഘട്ടത്തിൽ അത് അത്രത്തോളം എന്താണ് അവൈലബിളും അല്ല. ഓക്കെ,
Books were handwritten and illustrated by hand and very precious because there were no cheap copies. അന്നത്തെ ബുക്സൊക്കെ എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ആണ്, അതുപോലെ നല്ല കോസ്റ്റ്ലി ആണ്, നോ ചീപ്പ് കോപ്പീസ് ഒന്നുമില്ല. അതുപോലെ ഇറ്റ് വാസ് പ്രിൻറ്റിങ് ദറ്റ് മെയ്ഡ് ദ ഐഡിയ ഓഫ് യൂണിവേഴ്സൽ ലിറ്ററസി ഫീസിബിൾ. അപ്പോൾ ആ പ്രിൻറ്റിങ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹാൻഡ് റിട്ടൺ മാറി. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ചെയ്തിട്ടുള്ള ബുക്സൊക്കെ എന്തായി, പിന്നെ പ്രിൻറ്റിങ് വന്നപ്പോൾ അത് കോസ്റ്റ്ലി കുറഞ്ഞു. ഇറ്റ് വാസ് പ്രിൻറ്റിങ് ദറ്റ് ലെഡ് ടു ദ എക്സ്പെക്ടേഷൻ ദറ്റ് എവറി ഹ്യൂമൻ ബീങ് ഷുഡ് ബി ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് അറ്റൻഡ് സ്കൂൾ. അപ്പോൾ പ്രിൻറ്റിങ് വന്നതോടെ എന്തായി, എല്ലാ ജനതയ്ക്കും എഴുതാനും വായിക്കാനുള്ള അവസരങ്ങൾ വന്നു. ബുക്സിൻ്റെയൊക്കെ വില കുറഞ്ഞു, പ്ലെൻറ്റിഫുള്ളി ആയിട്ട് ബുക്സൊക്കെ അവൈലബിൾ ആവാൻ തുടങ്ങി. എല്ലാ ജനതയ്ക്കും എന്താണ് ബുക്സൊക്കെ എടുത്ത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു. അപ്പോൾ അതാണ് ആ ചേഞ്ച്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നും അറിയാത്തൊരു കാലത്തിൽ നിന്ന് എന്ത് ചെയ്തു, പ്രിൻറ്റിങ് വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ജനത ലിറ്ററേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ, ട്രാൻസ്മിഷൻ ഓഫ് നോളജ് വാസ് ഓറൽ, ദ ഐഡിയ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വാസ് അൺഇമേജിനബിൾ. അപ്പം നമ്മുടെ നോളജ് ഒക്കെ ഓറലായിട്ട് സംസാരം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മളൊക്കെ ചെയ്യുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്ക് എന്താണ് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ആരും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നില്ലല്ലേ, ഓറലായിട്ട് ആരും നമുക്ക് പഠിപ്പിച്ചൊന്നും തരുന്നില്ല, നമ്മൾ സ്വയം പഠിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അവർ എന്താണ് ബുക്സ് മാത്രമേ നൽകുന്നുള്ളൂ. നമ്മളാരും കോളേജിൽ പോയിട്ടല്ല പഠിക്കുന്നത് അല്ലേ, നമ്മൾ സ്വയം വായിച്ച് നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചാൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊരു വേർഡേ പിന്നെ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഓറൽ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ നോളജ് ആണെങ്കിൽ. അപ്പോൾ അതിന് മറിച്ച് എന്തായി, ഒരുപാട് ടെക്നോളജീസ് ഇന്ന് അവൈലബിളായി അല്ലേ. പ്രിൻറ്റിങ് തൊട്ട് ഒരുപാട് ടെക്നോളജീസ് ഇന്ന് അവൈലബിളായി. പണ്ടെങ്ങനെയായിരുന്നു, എന്താണ് ഗുരു ശിഷ്യ പരമ്പരയായിരുന്നു. ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ശിഷ്യന്മാർ കേട്ട് പഠിക്കുന്ന ആ ഒരു കാലമായിരുന്നു. അങ്ങനെയാവുമ്പോൾ എന്താണ്, അറിവുകൾ ചുരുക്കപ്പെടും. കാരണം അത് വേറെ വഴിയിലേക്കോ അല്ലെങ്കിൽ വേറെ മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു അവസ്ഥയുണ്ടാകില്ല. ആ കേൾക്കുന്ന കുട്ടി അത് പഠിക്കുന്നു. അതുപോലെ തന്നെ ലിമിറ്റേഷനും ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അതിൽ കൂടെ പഠിക്കാനോ എഴുതാനോ കഴിയില്ല. അതിന് മറിച്ച് എങ്ങനെയാണ്, ഇങ്ങനെയൊരു പ്രിൻറ്റിങ് അതുപോലെ തന്നെ റേഡിയോ ടെലിവിഷൻ വഴിയൊക്കെ ഇന്ന് എന്താണ് എല്ലാ അറിവുകളും എല്ലായിടത്തും എത്തിക്കാനുള്ള അവസരങ്ങൾ ടെക്നോളജീസൊക്കെ കണ്ടുപിടിച്ചു. അതൊക്കെ തന്നെയാണ് ആ ചെറിയൊരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി പറയുന്നത്, വെൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വാർ പ്രൈമറിലി ഓറൽ, ദർ വാസ് എ ഗ്രേറ്റ് എംഫസിസ് ഓൺ മെമ്മറി ആൻഡ് സ്പീച്ച് സ്കിൽ. കമ്മ്യൂണിക്കേഷൻ പ്രാഥമികമായി ഓറലായിരുന്ന കാലത്ത് എന്താണ്, അന്ന് ഏറ്റവും ഊന്നൽ കൊടുത്തിരുന്നത് മെമ്മറി പവർ ആൻഡ് സ്പീച്ച് സ്കിൽസാണ്. അന്ന് എന്താ റൈറ്റിംഗ് ഇല്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, സംസാരിക്കുന്ന അതിനും അതുപോലെ തന്നെ അത് ക്യാച്ച് ചെയ്യുന്ന മെമ്മറി പവറിനുമായിരുന്നു അന്ന് ഊന്നൽ കൊടുത്തിരുന്നത്. മെമ്മറി വാസ് ദ ടെക്നോളജി ദാറ്റ് പ്രിസർവ് ഇൻഫോർമേഷൻ ആൻഡ് പാസ് ഇറ്റ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതുപോലെ തന്നെ എങ്ങനെയാണ് മെമ്മറി പാസ് ചെയ്തിരുന്നത്, ജനറേഷൻ ടു ജനറേഷൻ. വേറെ ഒന്നും എഴുതി വെക്കാനൊന്നുമില്ല. നമുക്കറിയുന്ന നമ്മുടെ മേലോട്ട് എന്താണ് മുത്തച്ഛൻ അറിയുന്നത്, മുത്തച്ഛൻ്റെ മകൻ പറയുന്നത്, മകൻ്റെ മകൻ, അങ്ങനെ ആ ഒരു പരമ്പര കണക്ട് ചെയ്ത് വരിക. അല്ലാതെ വേറെ ഒരു അറിവുകളില്ല. കാരണം വേറൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനത്തെ ഒരുപാട് നമ്മൾ ആ ടൈം പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടോ? റൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വന്നു അല്ലേ, പുതിയ ടെക്നോളജീസ് പെട്ടെന്ന് വന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു കാലമുണ്ടായിരുന്നു റൈറ്റിംഗ് ഒന്നും അറിയാത്തൊരു കാലം. ആ കാലത്ത് വെറും ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എന്ന് പറയുന്നത് എന്താണ്, ജനറേഷൻ ടു ജനറേഷൻ അവരെന്ത് ചെയ്യും, നോളജ് കൈമാറുകയാണ് ചെയ്യുന്നത്. അതാണ് ആ പറയുന്നത് കേട്ടോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ബുക്സ്, ഓഡിയോ ഓർ വീഡിയോ കാസറ്റ്, സീരീസ് ആൻഡ് DVDs ആർ അവൈലബിൾ. അന്ന് ബുക്ക് അവൈലബിൾ അല്ല, പക്ഷേ എന്താണ് ഓഡിയോ ഓർ വീഡിയോ കാസറ്റ്സ്, സീരീസ്, DVDs ഒക്കെ ഉണ്ടായിരുന്നു. ബോത്ത് ഗ്രാമർ ഓഫ് സാൻസ്ക്രിറ്റ് ബൈ പാനിനി ആൻഡ് എ ഡിക്ഷണറി ഓഫ് സാൻസ്ക്രിറ്റ്, ദ അമരകോശ, ഹാവ് ബീൻ പ്രിസർവ്ഡ് ഇൻ ദ വേ ഫോർ ജനറേഷൻ ബൈ മെമ്മറൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന അമരകോശ, ഈ സാൻസ്ക്രിറ്റിൻ്റെ ഈ ഡിക്ഷണറിയൊക്കെ എങ്ങനെയാണ്, ഒൺലി മെമ്മറൈസേഷൻ, ജനറേഷൻ തൊട്ട് ജനറേഷൻ വരെ എഴുതി വെച്ചിട്ടല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ മെമ്മറൈസേഷൻ്റെ പവറിലൂടെ മാത്രമാണത് ട്രാൻസ്ഫർ ചെയ്ത് വന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് വൈ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു മെമ്മറൈസ് തിങ്സ് അക്യുറേറ്റ്ലി. സ്പീച്ച് വാസ് ദ മീഡിയം through which information was passed on. So it was important to recite what you knew clearly and exactly.
അന്നെന്ന് പറയുന്നത് ഈ മെമ്മറൈസേഷൻ അത്ര അക്യുറേറ്റ് ആയിരിക്കണം. കാരണം ഒരാൾ പറഞ്ഞത് മാത്രമേ മറ്റൊരാൾക്ക് ഓർക്കാനുള്ളൂ. അപ്പോൾ ആ പറയുന്ന ആൾ അത്രയും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അതാണ് ആ പറയുന്നത്. അതുപോലെ തന്നെ അത് മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് പോവുകയാണ്. അതുപോലെ അത് ക്ലിയറും ആയിരിക്കണം, എക്സാക്റ്റും ആയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞു തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നും ഈ ഒരു പാരഗ്രാഫിലില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിൽ മെമ്മറൈസേഷൻ പവർ കൊണ്ട് കൈമാറി വന്ന അറിവുകളാണ് കൂടുതലും. റൈറ്റിംഗ് വന്നതിന് ശേഷമാണ് ആ ഒരു ചേഞ്ച് അവരുടെ ലൈഫിന്, ആ അന്നത്തെ കാലത്തെ ജനതയ്ക്ക് ആ ഒരു ലൈഫിന് വന്നിട്ടുള്ളത്. ഇനി പറയട്ടെ, നമ്മൾ പറഞ്ഞു മെമ്മറൈസേഷൻ, ആ ഒരു കാലത്ത് മെമ്മറൈസേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ആർക്കെങ്കിലും സ്വന്തമായി ഫോൺ നമ്പർ അല്ലാതെ വേറൊരു ഫോൺ നമ്പർ അറിയോ? ഇല്ല അല്ലേ? എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്താണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ ബുക്കിൽ ഫോൺ ഡിക്ഷണറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഫോൺ ഡിക്ഷണറിയുടെ ബുക്കുണ്ടോ? ഇല്ല. എല്ലാവരുടെ കയ്യിലും ഫോണിൽ കോണ്ടാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരാൾ സ്വന്തം മദറിൻ്റെയോ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെ അറിയാമായിരിക്കും. ഓക്കെ, അതല്ലാതെ നമുക്ക് അത്രയും അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ നമ്പർ പോലും നമുക്ക് ഇന്ന് ഓർക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് നമ്മുടെ മെമ്മറൈസേഷൻ പവർ കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മുടെ മുന്നത്തെ തലമുറയുടെ മെമ്മറൈസേഷൻ പവർ അത്രയും കൂടുതലായിരുന്നു. അവർ കൈമാറി വന്നതാണ് ഒരുപാട് നോളജസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? നമ്മുടെ അവസ്ഥ നമുക്കിന്ന് എല്ലാ ടെക്നോളജീസും അവൈലബിളായി. നമുക്ക് ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്, റെഫറൻസ് ചെയ്യാൻ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, സെൽഫോൺ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോൺ നമ്പേഴ്സ്, അഡ്രസ്സൊക്കെ സൂക്ഷിക്കാൻ ഇന്ന് നമുക്ക് പുതിയ ടെക്നോളജീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും ഇന്ന് ഓർക്കാറില്ല. ചെറിയ കാൽക്കുലേഷൻ ചെറിയ കുഞ്ഞ് കാൽക്കുലേഷൻ പോലും നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നോ? അല്ല. നമ്മൾ മനക്കണക്കുണ്ടായിരുന്നു അല്ലേ? ഇന്ന് ആ മനക്കണക്കൊക്കെ ചില മുത്തച്ഛന്മാർക്ക് മാത്രമേ അറിയാവൂ അല്ലേ? ഗ്രാൻഡ് ഫാദേഴ്സിന് ചിലപ്പോൾ നന്നായിട്ട് മനക്കണക്ക് അറിയാമായിരിക്കും. അന്ന് അവരുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഇത്രത്തോളം ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ഫോണിൽ തന്നെ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ മനക്കണക്ക് കൂട്ടാനൊന്നും ശ്രമിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണിലടിച്ച് അതിനുള്ള ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്ന് ഈ ഒരു കാലത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ ജനതകൾക്ക് മെമ്മറൈസേഷൻ പവർ അത്രയ്ക്ക് കൂടുതലും ഇന്ന് നമ്മളെപ്പോലെയുള്ള മടിയന്മാർക്ക് കുറവുമായൊരു കാര്യമാണ് മെമ്മറൈസേഷൻ അല്ലേ? നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് തന്നെ അറിയാം, വീട്ടമ്മമാർക്ക് തന്നെ അറിയാം. നമ്മളൊരു സാധനം വെച്ചാൽ വരെ മറന്നു പോകുന്ന കാലമാണല്ലേ നമ്മുടെ ഈ ഒരു കാലം എന്ന് പറയുന്നത്. അതാണ് ആ ചേഞ്ച് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദ ഐഡിയ ഈസ് ദാറ്റ് ഇൻ ദിസ് വേ വി ക്യാൻ യൂസ് അവർ മെൻ്റൽ എനർജി ഇൻ മോർ ക്രിയേറ്റീവ് വേസ്. അപ്പം നമ്മളടുത്ത് പറയുകയാണ്, നമ്മുടെ മെൻ്റൽ എനർജി നമ്മൾ എന്ത് ചെയ്യണം? മോർ ക്രിയേറ്റീവ് വേസിൽ യൂസ് ചെയ്യണം. അല്ലാതെ മടിയന്മാരായി അതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ എപ്പോഴും എളുപ്പ വഴികൾ മാത്രം സ്വീകരിക്കരുത്. ഓക്കെ, ഇനി ഈ പാരഗ്രാഫിൽ പറയുന്നത് certainly the kind of globalization that we are witnessing today would not be possible without the electronic communication technologies that have been discovered just in the last half century also. ഇപ്പോൾ അരനൂറ്റാണ്ടിൻ്റെ ഇടയിൽ അങ്ങനെയും പറയാം അല്ലേ? ഇപ്പോൾ ഈ ഒരു അരനൂറ്റാണ്ടിൻ്റെ ഇടയിൽ കണ്ടെത്തിയ ഇലക്ട്രോണിക് ആശയവിനിമയം, അതാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അത് ഇല്ലാതെ ഇന്ന് നാം കാണുന്ന ഈ ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം സാധ്യമല്ല. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമുക്കൊരു ഗ്ലോബലൈസേഷൻ സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ഇമാജിൻ ചെയ്യാൻ പറയുകയാണ്. നമ്മളൊരു 100 വർഷം മുന്നെയാണ് ജീവിച്ചിരുന്നത്. എയ്റോപ്ലെയിനൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ടെലഫോൺസൊന്നും അത്ര അവൈലബിൾ അല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടെലിഫോൺ സിസ്റ്റം ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ പസഫിക്കിലേക്കോ ആഫ്രിക്കയിലേക്കോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കോ ഒന്ന് യാത്ര തിരിക്കുകയാണെങ്കിൽ, സൗത്ത് പസഫിക്കിലേക്ക് എവിടേക്കും ഒന്ന് യാത്ര തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലുള്ള ജനതയുമായി കണക്ഷൻ വിട്ടുപോകും. ഫോൺ ചെയ്യാനൊന്നും കഴിയാത്ത അവസ്ഥയാണ് അല്ലേ? അവർ വരുന്നത് വരെ നമുക്ക് യാതൊരു നിവർത്തിയുമില്ല. അവിടേക്ക് ലെറ്റർ അയക്കാൻ പറ്റുമോ?
ഇല്ല അല്ലേ? അതുപോലെ വേറൊരു നിവൃത്തിയുമില്ല. അവർ തിരിച്ചു വന്നിട്ടേ അവിടെ ആ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 100 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതാണോ? അല്ല അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ലോകത്ത് എവിടെയുള്ള ഒരാളുമായിട്ട് ഇൻ്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്യാം അല്ലേ? ഏതൊരു സ്ഥലത്തുള്ള, ഇനി പെസഫിക്കലല്ലേ, എവിടെ തന്നെ ആവട്ടെ, ഇന്ന് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഒരു വെബ് ക്യാമും കൂടെ ഉണ്ടെങ്കിൽ, ക്യാമറ അല്ലേ, അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കാണുകയും ചെയ്യാം അല്ലേ? അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെന്താണ്, വിർച്വൽ കമ്മ്യൂണിറ്റീസൊക്കെ എന്താണ്, ഫോണിൽ വെച്ചാൽ ഗ്രൂപ്പുകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, ഫാമിലി ഗ്രൂപ്പ്സ്, സൊസൈറ്റി ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പ്സ് ഇന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, these virtual communities exist for not only personal or family reasons. ഇതുപോലുള്ള വെർച്വൽ കമ്മ്യൂണിറ്റീസ് എന്താണ്, പേഴ്സണൽ മാറ്ററിനോ ഫാമിലി റീസൺസിനോ മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. യെസ് ആൺ ഓർ ഡോട്ടർ കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് പാരൻസ്, സ്പോസ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ഈച്ച് അതർ, ബട്ട് ആൾസോ ഫോർ ബിസിനസ് റീസൺസ് ആസ് യു പെർഹാപ്സ് വെൽ അവെയർ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ എന്താണ് ബിസിനസ്സിനും ഈ വെർച്വൽ കമ്മ്യൂണിറ്റീസ് പോലെയുള്ള ഗ്രൂപ്പുകൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അല്ലെങ്കിൽ മാതാപിതാക്കളുമായുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ മാത്രമല്ല, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ കീപ്പ് ചെയ്യാൻ മാത്രമല്ല, ഒരുപാട് ബിസിനസ് ആവശ്യങ്ങൾക്കും ഇതുപോലുള്ള ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. The information technology industry has opened up an entire new line of work in our times, made possible by the instantaneous communication links between continents via computer and satellites. ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നിടത്തോളം നമ്മൾ ഏത് കോണ്ടിനെൻറ്റിലുള്ള ജനതയുമായി നമുക്ക് സാറ്റലൈറ്റ് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാറ്റലൈറ്റ് വഴി എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു ലിങ്ക് ഉണ്ട്, നമ്മളൊരു ഇൻസ്റ്റൻറ്റേനിയസ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ആ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഡേവിഡ് ഗ്രാഡോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോസ്റ്റ് ഹാസ് ബീൻ ട്രഡീഷണലി എ മേജർ ബാരിയർ ടു ലോങ് ഡിസ്റ്റൻസ് കോൾസിന് അന്ന് എന്താണ്, അന്നത്തെ കാലത്ത് കോസ്റ്റ് ചിലവ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ ഡ്രാമാറ്റിക്കലി ആയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് കുറഞ്ഞു വന്നു. The first transatlantic telephone cable, laid in 1956, allowed 36 simultaneous conversations. അന്ന് 1956 ഫസ്റ്റ് ട്രാൻസ്ലാൻറ്റിക് ടെലഫോണിക് കേബിള് 36 സൈമിൾട്ടേനിയസ് കോൺവെർസേഷൻസ് അലോ ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാസ് ദെർഫോർ മൂവ്ഡ് ടുവേർഡ്സ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കായിട്ട് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മാറിക്കഴിഞ്ഞു. In the shape of the internet, where a personal computer connects directly with the other personal computer instead of going through a hierarchy of gatekeepers. Older people may remember a time when all telephone calls were mediated by an operator, and for a long distance call, were national or international, you would talk first to the local operator who would speak with the operator at the destination. അപ്പം നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞുതരാം. ആദ്യത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫോൺ കോൾ, എനിക്കൊന്നും അറിയില്ലേ, ഫോൺ കോള് വിളിക്കുമ്പോൾ ആദ്യം നമ്മളൊരു ഓപ്പറേറ്റർ, നമ്മളുടെ സെല്ലുള്ള ഒരു ഓപ്പറേറ്ററോടായിരിക്കും നമ്മൾ സംസാരിക്കുക. അതുപോലെ നമ്മൾ വിളിക്കുന്ന ആൾക്കും അതുപോലെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളിക്കുന്ന ആൾക്കും നമുക്കും ഇടയിൽ 2 മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ ഡയൽ ചെയ്യുന്നു, നമ്മൾ അവരുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്നു അല്ലേ, നമ്മൾ വിളിക്കുന്ന ആളോട് നേരിട്ട് സംസാരിക്കുന്നു. പക്ഷേ പഴയ കാലത്തെ ഫോൺ കോൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മീഡിയേറ്റേഴ്സ് ഉണ്ടായിട്ടായിരുന്നു ഫോൺ കോൾ ചെയ്തിരുന്നത്. അതാണ് ആ ഗ്രാഡോൾ പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാഡോൾ പിന്നെയും പറയുന്നത്, ദിസ് ഷിഫ്റ്റ് ടുവേർഡ്സ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് റാദർ ദാൻ എ ഹൈറാർക്കി അലോസ് ഡിസ്പേഴ്സ്ഡ് ഡിസ്കോഴ്സ് കമ്മ്യൂണിറ്റീസ് ടു എമേർജ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻട്രസ്റ്റ് സച്ച് എസ് ഹോബീസ്, ക്രിമിനാലിറ്റി ഓർ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനുകൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ഒന്നുമല്ല. പിന്നെ ഡയസ്പോറ എന്ന് പറയുന്നത് എ സ്പ്രെഡിങ് ഓഫ് പീപ്പിൾ, അതാണ് ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ വി ഓഫൺ ഹിയർ ഓഫ് ദ ഡയസ്പോറ ഓഫ് ഇന്ത്യൻസ് ഇൻ ബ്രിട്ടൻ, ഫിജി എക്സെട്ര who form a market for Hindi films. With the internet, there can be communities that are spread out but linked by a specific common interest such as language or a hobby. These diasporic communities are also sometimes called virtual communities that exist in a virtual reality created by the internet.
ഡയസ്പോറ എന്ന് പറയുന്നത് എന്താണ്? ആളുകളുടെ വ്യാപനമാണ് അല്ലേ. ഇൻ്റർനെറ്റിനോടൊപ്പം എന്താണ് എങ്ങനെ പറയുക, ഈ ആളുകൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഹോബി അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. സിമ്പിളായിട്ട് പറയുകയാണ്, ഒരു ഗ്രൂപ്പ്. പക്ഷേ അതിനൊരു അടിസ്ഥാനമുണ്ട്. ഒരു ഫുട്ബോളിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ അത് ലോകത്തെ എവിടെയുള്ള ആരാധകരും എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ ചേരും അല്ലേ. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനം എന്താ? ആ ഒരു ഫുട്ബോളിനോടുള്ള ഭ്രമമാണ് അല്ലേ. അതുപോലെ ഒരു വിർച്വൽ കമ്മ്യൂണിറ്റി ഉണ്ടാകുക ഈ ഇൻ്റർനെറ്റിനോടൊപ്പം. അതൊക്കെയാണ് ആ പറയുന്നത്. അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇംഗ്ലീഷിൻ്റെ എല്ലാ ലെസൺസും കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് മുമ്പ് അപ്പോൾ പഴയ കാലത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അല്ലാതെ നമുക്ക് വേർഡ്സ് എന്ത് തന്നെ ആയാലും കിട്ടില്ല. ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെന്താണ് +2 കഴിഞ്ഞിട്ടൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നവരാവണമെന്നില്ല. അപ്പോൾ അവരൊക്കെ എന്താണ് ഒരുപാട് വേർഡ്സൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് അവരൊക്കെ എന്തായാലും അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പോൾ എന്താണ് ഒരുപാട് വേർഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഫോമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കരുത് പ്ലീസ്. ഞാൻ എന്തായാലും എക്സാമിൻ്റെ മുന്നായിട്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇപ്പം തന്നെ അയക്കും മാം എന്ന് പറഞ്ഞാണ്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കരുത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജസൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ക്ലാസ് ഇടാത്തത്. ഇനി എങ്ങനെയായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു 3 സബ്ജക്റ്റ് തീർത്ത് തരാം. എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും എനിക്ക് എടുക്കാനൊന്നും അറിയില്ല. ഒരുപാട് അതെടുത്ത് തരുമോ ഇതെടുത്ത് തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ആ ഒരു ഹെൽപ്പാണല്ലോ. അപ്പോൾ അത് അറിയുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം. അല്ലാതെ എല്ലാതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. When education was dashed, there was a great emphasis on memory and speech skill. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ബ്രിട്ടൻ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ എന്താണ് നമ്മുടെ മെമ്മറി പവറൊക്കെ എന്താണ് പറ്റേ പോയി. എപ്പോഴായിരുന്നു അത് എന്താണ് നല്ലൊരു ഊന്നൽ കൊടുത്തിരുന്ന ഒരു ടൈം എപ്പോഴാണ്? ഓറലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിലാണ് അല്ലേ. അതാണ് അവിടെ ആൻസർ വരുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിലാണ് മെമ്മറി ആൻഡ് സ്പീച്ച് സ്കില്ലൊക്കെ ഗ്രേറ്റ് എംഫസിസ് ആയിട്ട് നിന്നത്. ഇനി പറയുന്നത് മെമ്മറി വാസ് ദ ഡാഷ് ദാറ്റ് പ്രിസർവ്ഡ് ഇൻഫോർമേഷൻ ആൻഡ് പാസ്ഡ് ഇറ്റ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ബുക്സ് ആൻഡ് ഓഡിയോ ഓർ വീഡിയോ കാസറ്റ്സ്, CDs ആൻഡ് DVDs. ഇവയൊന്നും ഇല്ലാത്ത കാലത്ത് എന്താണ് ഇവരുടെയൊക്കെ ആബ്സെൻസിൽ എന്താണ് ഈ മെമ്മറി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യുന്നതാണ് നമ്മുടെ ടെക്നോളജീസാണ്. നമ്മുടെ മെമ്മറി വാസ് ദ ടെക്നോളജി. ആ ഒരു ടെക്നോളജീസൊക്കെ എന്താണ് പ്രിസർവ് ചെയ്യുന്നതാണ് ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത്. ബോത്ത് എ ഡേഷ് ഓഫ് സാൻസ്ക്രിറ്റ് ബൈ പാനിനി ആൻഡ് എ ഡേഷ് ഓഫ് സാൻസ്ക്രിറ്റ് ദാറ്റ് അമരകോശ ഹാവ് ബീൻ പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഫോർ ജനറേഷൻ ബൈ മെമ്മറൈസേഷൻ. എന്താണ് ബോത്ത് എ ഗ്രാമർ ഓഫ് സാൻസ്ക്രിറ്റും അതുപോലെ തന്നെ ഡിക്ഷണറി ഓഫ് സാൻസ്ക്രിറ്റും അല്ലേ. ഇവയാണ് എന്താണ് പ്രിസർവ് ചെയ്ത് മെമ്മറി പവറിൽ പ്രിസർവ് ചെയ്ത് ജനറേഷൻ ടു ജനറേഷനായിട്ട് കൈമാറിയിട്ടുള്ളത്. ഇനി പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഹാസ് steadily dash and we depend dash on books and reference documents. The importance of memorization in educationൽ എന്താണ് മെമ്മറൈസേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് has steadily decreased as we depend എന്താണ് ഇൻക്രീസ്ലി ഓൺ ബുക്സ് ആൻഡ് റെഫറൻസ് ഡോക്യുമെൻറ്റ്സ്. എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ്റെ ടൈമിൽ എന്താണ് മെമ്മറൈസേഷൻ്റെ പവർ കുറഞ്ഞു വരികയാണ്. എങ്ങനെ? ആസ് വി ഡിപ്പെൻഡ് ഇൻക്രീസ്ലി ഓൺ ബുക്സ് ആൻഡ് റെഫറൻസ് ഡോക്യുമെൻറ്റ്സ്. ബുക്സിനെയും റെഫറൻസ് ഡോക്യുമെൻറ്റ്സിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവയുടെ ഉപയോഗം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി പവർ ഡിക്രീസ് ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. അതാണ് ആ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ദ ഐഡിയ ഈസ് ദാറ്റ് ഇൻ ദിസ് വേ വി ക്യാൻ യൂസ് അവർ ഡേഷ് ഇൻ മോർ ക്രിയേറ്റീവ് വേസ്. എന്തായിരുന്നു? നമ്മുടെ മെൻ്റൽ എനർജിയാണ്. ദ ഐഡിയ ഈസ് ദാറ്റ് ഇൻ ദിസ് വേ വി ക്യാൻ യൂസ് അവർ മെൻ്റൽ എനർജി ഇൻ മോർ ക്രിയേറ്റീവ് വേസ്. When the transmission of knowledge was oral, the idea of എന്തായിരുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വാസ് അൺഇമേജിനബിൾ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊരു ഫീൽഡ് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രം അവൈലബിൾ ആണെങ്കിൽ അല്ലേ. ഇപ്പോഴത്തെ പ്രിൻറ്റിംഗ് ഒക്കെ വന്നിട്ടാണ് നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ അവൈലബിൾ ആയത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് ഡാഷ് മെയ്ഡ് പോസിബിൾ എ ട്രാൻസിഷൻ ഫ്രം ഓറൽ ടു ലിറ്ററേറ്റ് സൊസൈറ്റീസ്. ഇറ്റ് വാസ് പ്രിൻറ്റിംഗ് ദാറ്റ് മെയ്ഡ് ദ ഐഡിയ ഓഫ് ഡാഷ് ഫീസിബിൾ. എന്താണ്? പ്രിൻറ്റിംഗ് ആണ് ഇൻവെൻറ്റ് ചെയ്തത് അല്ലേ? അതാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ലിറ്ററേറ്റ് സൊസൈറ്റിയിലേക്ക് മാറ്റിയത്. ഇനി ഈ പ്രിൻറ്റിങ് തന്നെ എന്താണ് നമുക്ക് ഫീസിബിളാക്കി തന്നത്, എളുപ്പമാക്കി തന്നത്? യൂണിവേഴ്സൽ ലിറ്ററസിയാണ് അത് ഫീസിബിളാക്കി തന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടുഡേ വി ക്യാൻ കമ്പൈൻ ഓറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ഓഫ് ഡാഷ്. എന്താണ്? മീഡിയ. ഓക്കെ, ദാറ്റ് ക്യാരി ദ സ്പോക്കൺ വേർഡ് അക്രോസ് ഡിസ്റ്റൻസ്. മീഡിയ എന്താണ്? നമ്മൾക്കുള്ള ആശയങ്ങൾ ഒരുപാട് ഏരിയകളിൽ എത്തിക്കാൻ കഴിയും. ഡാഷ് ആൻഡ് ഡാഷ് എന്താണ്? റേഡിയോയിലും ടെലിവിഷനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും. പീപ്പിൾ ഓൺ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ഹൂ കീപ്പ് ഇൻ ടച്ച് ബൈ എന്താണ്? ചാറ്റിംഗ് ഓൺ ദ ഇൻ്റർനെറ്റ് വിത്ത് എ വെബ്കം ഓർ ക്യാമറ ക്യാൻ ഫോം ഡാഷ്. എന്താണ്? വിർച്വൽ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്താണ്? നിർബന്ധമായി വായിച്ചിരിക്കണം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന് നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയൊന്നുമില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചൂടാ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിച്ച കൂട്ടുകാർക്ക് മാത്രമേ ഇതെന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ദ ന്യൂ ടെക്നോളജീസ് ആണ്. ഈ ലാംഗ്വേജ് ആൻഡ് ദ ന്യൂ ടെക്നോളജീസ് എന്ന ഈ ടോപ്പിക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ SMS അയക്കുമ്പോൾ എങ്ങനെയാണ് അയക്കുക? നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ നോക്കൂ. നമ്മൾ ടു എന്ന് പറയാം, TO2. അത് ചിലപ്പോൾ നമ്മളെങ്ങനെ യൂസ് ചെയ്യും? നമ്മളെ എന്താണ് ന്യൂമറിക്കൽ ലെറ്റർ ആയിട്ടുള്ള 2 ഇല്ലേ, നോർമൽ ലെറ്റർ ആയിട്ടുള്ള 2, അത് യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ ബിഫോർ എന്നാണ് നമ്മൾ അയക്കുന്നത്. BEFORE എന്ന് എഴുതുന്ന ബിഫോർ നമ്മൾ ഇതെങ്ങനെയാണ്? BE4 എന്നിട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്? അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ ചുരുക്കി മെസ്സേജ് അയക്കും അല്ലേ? അതുപോലെ തന്നെ വേറെയും എക്സാമ്പിൾസ് പറയുന്നുണ്ട്. വേറെ എന്താണ്? നിങ്ങളെന്നെ ഓർത്ത് നോക്കി, എന്താണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തെല്ലാം അങ്ങനത്തെ വേർഡ്സ് ഉണ്ടായിരുന്നു എന്ന്. ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന. അതുപോലെ എന്താണ്? FOR4ന് നമ്മൾ സാധാ 4 അയക്കും. അതുപോലെ വേറെ ഇപ്പോൾ ഏതാ വേർഡ്സ് ഓർത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ എന്താണ് പറയുന്നതെന്ന്. അങ്ങനത്തെ ഒരുപാട് വേർഡ്സ് നമ്മളിപ്പോൾ SMS രൂപത്തിൽ അയക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭാഷ കണ്ടുപിടിച്ച ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ലാംഗ്വേജസ് ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ ജനറേഷൻ ടു ജനറേഷൻ അത് അവർ പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ റീഇൻവെൻറ്റ്സ് ലാംഗ്വേജ് എന്താണ്? ജനറേഷൻസ് റീഇൻവെൻറ്റ് ലാംഗ്വേജ് എന്താണ്? രണ്ടാമതും പിന്നെയും കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലായോ? അതാണ് ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജിൽ സൺ, SUN സൺ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. SON സൺ എന്ന് പറഞ്ഞാൽ മകനാണ്. അതുപോലെ ഒരേപോലത്തെ സൗണ്ടിൽ ഒരുപോലെയുള്ള എന്നാലോ വേർഡ്സിൽ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്, സൗണ്ട് കേൾക്കുമ്പോൾ ഒരുപോലെയാണ്. അങ്ങനെയൊക്കെയുള്ള വേർഡ്സുകളും ഈ ഒരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. നമ്മൾ സൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് പറയുന്നത്. അല്ലാതെ സൺ എന്ന് പറയുകയാണെങ്കിൽ 2 മീനിങ് വരും. സൺ എന്ന് പറഞ്ഞാൽ മകനാണ്, അതുപോലെ അല്ലെങ്കിൽ സൺ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഐ ഹാവ് എ സൺ എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു സൂര്യനുണ്ടെന്ന് നമ്മൾ പറയില്ലല്ലോ, എനിക്കൊരു മകനുണ്ടെന്നല്ല അതിനർത്ഥം വെക്കുന്നത്. അതുപോലെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ SMS എന്താണ് സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് PLS പ്ലീസ് എന്ന് അങ്ങനെയൊക്കെ എഴുതില്ലേ. PLEASE എന്നൊന്നും നമ്മൾ പ്ലീസിന് എന്ത് ചെയ്യും? വാട്സപ്പിലോ ഏതിൽ മെസ്സേജ് അയക്കാനും നമ്മളങ്ങനെ അയക്കുമോ? ഇല്ല. അപ്പോൾ അയക്കുന്നവരുണ്ടാവും കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയാണ്. ചുരുക്കി എങ്ങനെയാണ്? PLS പ്ലീസ് എന്ന് അയക്കും. അതിൽ ബാക്കിന് BK ബാക്ക്, അതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലെ എക്സാമ്പിൾസാണ്. സെൻഡിന് SND സെൻഡ് എന്ന് എഴുതും. അതുപോലെ എന്താണ് ഇമ്മീഡിയറ്റ്ലി എന്താ IMM TLY. നമ്മൾ SMS അയക്കുമ്പോൾ എന്താണ് എപ്പോഴും ചുരുക്കിയാണ് നമ്മൾ എഴുതാൻ നോക്കുക. അതാണ് ആ പറയുന്നത്. എന്താണ് സെമിറ്റിക് ലാംഗ്വേജ് ലെഫ്റ്റ് ഔട്ട് വെവൽസ് ഇൻ ദെയർ റൈറ്റിംഗ് ബിക്കോസ് ബിക്കോസ് ദീസ് വേർ പ്രെഡിക്റ്റബിൾ ഫ്രം ദ കോണ്ടെക്സ്റ്റ്. അങ്ങനെ പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ആൽഫബറ്റ് ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുന്നത്തെ കാര്യമാണ് പറയുന്നത്. എന്താണ് റീബസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് റീബസ് റൈറ്റിംഗ് മെയ്ഡ് യൂസ് ഓഫ്
ഹോമോഫോണി ഇൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് വേർഡ്സ് ദാറ്റ് സൗണ്ട് സിമിലർ ബട്ട് മീൻ ഡിഫറെൻറ്റ് തിങ്സ്. അതാണ് നമ്മൾ സൺ എന്ന് പറഞ്ഞത്, സൂര്യന് അല്ലെങ്കിൽ സൺ എന്ന് പറഞ്ഞാൽ എന്താണ് മകൻ, ആ ഒരു അർത്ഥം തന്നെ. നോട്ട് KNOT നോട്ട്, അതുപോലെ NOT നോട്ട്, ഇവർക്ക് ഒരേ അർത്ഥം. ബി ആൻഡ് ബി എന്ന് BEE പറഞ്ഞാൽ എന്താണ് ഹണി ബി, നമ്മുടെ തേനീച്ചയുടെ ബി ആണ്. മറ്റേ ബി പറഞ്ഞാൽ I will be, ആ ഒരു ബി ആണ്. അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് റീബൂസ് റൈറ്റിങ്ങിൽ വന്നത്. എന്താണ് ഒരേ മീനിങ് അല്ല, ഡിഫറെൻറ്റ് മീനിങ് ആണ്, പക്ഷേ എന്താണ് സൗണ്ട്, ഉച്ചരിക്കുന്ന സൗണ്ട് ഒരു പോലെയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ SMS നമ്മൾ എന്ത് ചെയ്യുക, സാധാ നമ്മൾ ആലോചിക്കുക എന്താണ് നമ്മൾ SMS ചെയ്യുക. അതുപോലെ റീബൂസ് റൈറ്റിങ്ങിൽ എന്താണ് ഒരേ സൗണ്ട് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആണ്. അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം. അപ്പോൾ ഈ ലെസൺ കംപ്ലീറ്റ് ആയി, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലെറ്റസ്റ്റ് സമ്മപ്പ് നോക്കാം. അപ്പോൾ എന്താണ് വേണ്ടാത്തൊരു ഇവിടെ ഇത്ര കേട്ടാൽ പറ്റുക, ഇത്ര മതി എന്നുള്ളവർ ഇത്ര മതി, അല്ലാത്തവർ ജസ്റ്റ് നമുക്ക് ലെറ്റസ്റ്റ് സമ്മപ്പ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പറഞ്ഞത് എന്നത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അതിന് പുറമെ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെറ്റസ്റ്റ് സമ്മപ്പ് നോക്കാം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് ഇത്രയും മതി കേട്ടോ. ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജ്. അവർ വേൾഡ് ഈസ് നൗ കണക്റ്റഡ് ബൈ ദ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സ് തമ്മിൽ എന്താണ് നമ്മുടെ ഇൻഫോർമേഷൻസ് എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ഫ്ലോ ആണ്. നമുക്ക് എന്താണ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ ഇന്ന് വല്ല പാടും ഉണ്ടോ? ഇല്ല അല്ലേ? അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വേൾഡിനെ എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ദ റെയിൽവേസ് സിമിലർലി അൾട്ടേർഡ് അവർ വേൾഡ് എ സെഞ്ചുറി എഗോ, ആൾദോ ടുഡേ വി തിങ്ക് ഓഫ് എ ജേർണി ബൈ ട്രെയിൻ ആസ് എ സ്ലോ വേ ഓഫ് ട്രാവലിംഗ്. ഒരു സെഞ്ചുറി എഗോ മുന്നേ എന്താണ് റെയിൽവേ ആ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇറയുടെ ആ ഒരു യുഗത്തിൻ്റെ തന്നെ അത്ര വലിയൊരു എന്താണ് സംഭവമായിരുന്നു റെയിൽവേ കണ്ടുപിടിക്കുന്നത്. ഇന്ന് റെയിൽവേ ട്രെയിനിൽ പോകുന്നത് അത്ര വലിയ സ്പീഡായിട്ട് പോകുന്ന ഒരു കാര്യമാണോ? അല്ല അല്ലേ? അതിൻ്റെ മേലേക്ക് എന്താണ് എയറോപ്ലെയിൻ വന്നു. അപ്പം നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ ആവുന്നത്ര യൂസ് ചെയ്യാവുന്ന ആ ഒരു രൂപത്തിലേക്ക് വന്നു അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ഇന്നത്തെ സ്ലോ പ്രോസസ്സായി. അന്നത്തെ കാലത്ത് എന്താണ് അത്രയും വലിയൊരു സംഭവമാണ്, ആ ഒരു യുഗത്തിൻ്റെ തന്നെ അത്രയും വലിയൊരു സംഭവമായിരുന്നു ട്രെയിൻ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ. The communication facilities that we take for granted are actually a very recent achievements in the history of humankind. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് ഉണ്ടായതാണ് അല്ലേ? ആദ്യം ഒരുപാട് കാലം ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു. ഒരു 5000 years എഗോ മുന്നേ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിൽ എന്താണ് പെട്ടെന്നുള്ള കുതിപ്പ് വന്നിട്ടുള്ളത്. If we take the 360 centuries of our cultural existence as a 360 century day, the beginning at midnight we have language in the form of speech. We also have pictures, the cave paintings of Stone Age people, but we do not yet have writing. നമ്മൾ 360 centuries നമ്മളതൊക്കെ എടുത്തില്ലേ, ടൈം ടേബിൾ ഒരു ദിവസമായിട്ട് എടുത്തു, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അന്നത്തെ കാലത്ത് എന്താണ് റൈറ്റിംഗ് ഇല്ല എന്താണ്, പക്ഷേ എന്താണ് കേവ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. സ്റ്റോൺ ഏജ് പീപ്പിളുമായിട്ടുള്ള കേവ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് റൈറ്റിങ്സ് ഒന്നുമില്ല. ഓറൽ സ്പീച്ച് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെയാണ് പറയുന്നത്. The origin of writing is commonly taken to be around a mere of 5000 years ago. So the journey from speech to writing take 31,000 years to 310 centuries അല്ലെങ്കിൽ or 310 centuries. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ 31,000 വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ഓറൽ സ്പീച്ചിൽ നിന്ന് റൈറ്റിംഗ് സ്പീച്ചിലേക്ക് വരുമ്പോൾ. 5000 yearsൻ്റെ ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ എന്താണ് നമ്മുടെ ഈ റൈറ്റിംഗ് എന്ന ഒരു പ്രോസസ്സിലേക്ക് വന്നിട്ടുള്ളത്. ദ നെക്സ്റ്റ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രിൻറ്റിങ്. പിന്നെ വരുന്ന മെയിൻ ഇതെന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് ആണ് കമ്മ്യൂണിക്കേഷനിൽ വന്നത്. അത് ചൈനയിലാണ്. in 600 CE in China, but in 1453 CE in the Western world. Our clock is nearing midnight again. അതൊക്കെ പോട്ടെ. The last 5 minutes of the day explore. അതും പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ഇൻവെൻഷൻസ് വന്നത് 1155 56 57 അത് ഓരോ മിനിറ്റും എന്താണ് ഇയേഴ്സാണ്. പക്ഷെ ആ ഒരു ഇത് പെട്ടെന്ന് വന്നു എന്നതാണ് ആ ഒരു സൂചന കാണിക്കുന്നത്.
പീരീഡ്സ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ചേഞ്ച് കോറിലേറ്റഡ് ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജീസ്. നമ്മുടെ ഹ്യൂമൻ സോഷ്യൽ ചേഞ്ചും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പണ്ടത്തെ ആളുകൾ ജീവിച്ച രീതിയല്ല ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലേ. അതൊക്കെയാണ് പറയുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് മേഡ് പോസിബിൾ എ ട്രാൻസിഷൻ. അതെന്താ വെച്ചാൽ നമ്മൾ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചപ്പോൾ എന്താണ്, ഓറലായിട്ടുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ ലിറ്ററേറ്റ് ആവാനുള്ള അവസരം ഈ ഒരു പ്രിൻറ്റിങ് കാരണം വന്നു. ഇറ്റ് മേഡ് ദ ഐഡിയ ഓഫ് യൂണിവേഴ്സൽ ലിറ്ററസി ഫീസിബിൾ. When education and communication were primarily oral, there was a great emphasis on memory. അപ്പോൾ പറയുന്നത് വെച്ചാൽ മെമ്മറി. അന്ന് ഓറൽ കമ്മ്യൂണിക്കേഷൻ ടൈം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ പ്രൈമർലി ഓറലായിരുന്നു. ഗുരു ശിഷ്യ ബന്ധമൊക്കെ ഉണ്ട് അല്ലേ. അന്ന് എഴുതിയിട്ടില്ല, അവർ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ മനഃപ്പാടമാക്കിയിരുന്നു. അന്ന് മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരുന്നു. ഇന്നത്തെ കാലത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ തന്നെ ആലോചിച്ചാൽ മതി. എത്ര ഉമ്മമാർക്ക് സ്വന്തം മക്കളുടെ ഫോൺ നമ്പർ ഓർമ്മയുണ്ട്? ഇല്ല അല്ലേ. ഹസ്ബൻഡിൻ്റെ ഓർമ്മയുണ്ടായിരിക്കാം, അതും ഇല്ലാത്ത എത്ര പേരുണ്ടല്ലേ. നമ്മൾ ഫോണിൽ മാത്രം ഡയൽ ചെയ്ത് കണ്ട്. പണ്ട് അങ്ങനെയല്ല. നമുക്ക് എല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ഒരുവിധം ഫോൺ നമ്പേഴ്സ്, നമ്മുടെ വീട്ടിലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോൺ നമ്പേഴ്സ് നമ്മൾ എഴുതി സൂക്ഷിച്ചിരുന്നു, അതുപോലെ മനഃപ്പാടമാക്കിയിരുന്നു. പക്ഷേ ഇന്നത്തെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മളതൊക്കെ മറന്നു. നമ്മുടെ മെമ്മറി പവർ ഒരുപാട് ലോസായി. അതൊക്കെയാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഹാസ് സ്റ്റീലി ഡിക്രീസ്ഡ് ആസ് വി ഡിപ്പെൻഡ് ഇൻക്രീസിംഗ്ലി ഓൺ ബുക്സ് ആൻഡ് റെഫറൻസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് കാൽക്കുലേറ്റേഴ്സ്. നമ്മൾ എഡ്യൂക്കേഷനിലും മെമ്മറൈസേഷൻ പറ്റേ കുറഞ്ഞു. നമ്മൾ ബുക്സ് റെഫർ ചെയ്തിട്ടും അതുപോലെ കാൽക്കുലേറ്റേഴ്സ്, ചെറിയൊരു കണക്കാണെങ്കിൽ പോലും നമ്മൾ മനക്കണക്ക് കൂട്ടാതെ കാൽക്കുലേറ്റേഴ്സിൽ നോക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ തന്നെ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. പിന്നെ എന്തിനാണ് നമ്മൾ മനക്കണക്ക് കൂട്ടാൻ പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെമ്മറി പവർ തന്നെ ഒരുപാട് ലോസായി. അതാണ് പറയുന്നത്. The globalization we are witnessing today is possible because of the electronic communication technologies discovered just during the last half century ഇടയിൽ കണ്ടുപിടിച്ച ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഗ്ലോബലൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ഡിസ്കോഴ്സ് കമ്മ്യൂണിറ്റീസ് ഹാവ് എമർജ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദെയർ കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ നമുക്ക് ചാറ്റ് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴി ഒരു ഗ്രൂപ്പ് ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ചാറ്റബിൾ ട്രസ്റ്റ് അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കീഴിലുള്ള ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അത് പറയുന്നത്. ഇന്നത്തെ ഗ്രൂപ്പ്സിനെ പറ്റി. ടുഡേ ദ ഷോർട്ട് മെസ്സേജ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത്, ഞാൻ വായിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലോങ്, നിങ്ങൾക്കേ ബോറടിക്കും. ഒരുപാട് നേരം ഇത് കേട്ടിരിക്കുകയാണ് സംഭവം, എല്ലാവർക്കും ബോറടിക്കും, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനാണെങ്കിൽ അല്ലറ ചില്ലറ പണികളുടെ ഇടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ശബ്ദങ്ങൾ അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഷോർട്ട് മെസ്സേജിങ് സർവീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ടുഡേ ദ ഷോർട്ട് മെസ്സേജിങ് സർവീസ് ഓർ SMS ഫുൾ എന്താണ്, ഷോർട്ട് മെസ്സേജിങ് സർവീസാണ് കേട്ടോ. റീഷേപ്പിംഗ് ബ്രിട്ടൻ ഇംഗ്ലീഷ് എഴുതുന്ന ആ ഒരു ഇത് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ TO2, അതിന് നമ്മൾ എന്ത് ചെയ്യും, 2 എന്ന് എഴുതും. അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇതിൽ പറയുന്നത്. സോ ദ SMS മെസ്സഞ്ചർ ഓഫ് ടുഡേ ഈസ് ആക്ച്വലി യൂസിങ് സ്ട്രാറ്റജീസ് ടു റൈറ്റ് ദാറ്റ് വേർ യൂസ്ഡ് ബൈ ഇൻവെൻറ്റേഴ്സ് ഓഫ് റൈറ്റിംഗ് സം നിയർ ഇയർ. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി വെക്കുക. മെയിൻ കാര്യം അതാണ്, ഉള്ളടക്കം മനസ്സിലാക്കി വെക്കുക. ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് ഉള്ളടക്കം മനസ്സിലാക്കി വെക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.